നിങ്ങൾ ഒറ്റ കാരണം വീടിനടുത്ത് അടുപ്പിനകത്ത് പൂച്ച പറ്റി കിടക്കാം, അറിയോ? എന്തിനെല്ലാരും എന്റെ നേരം നോക്കണേ? എന്റെ ദൈവം, ഞാൻ ആ പൂച്ചാനെ കണ്ടിട്ട് പോലും ഇല്ല. എന്നൊക്കെയാണ് നീ പറഞ്ഞു പരിപാടി നടക്കുന്നതിനിടയ്ക്ക് ചേട്ടായി ഇവിടുത്തുകാരനല്ല കേട്ടോ, കോട്ടയംകാരനാ, കുടിയേറി പാർത്താൻ കൂടെ. ഏത് പുള്ളിക്കാരനോ? ആ. അപ്പൊ അവിടെ നിന്ന് നാടെല്ലാം വിട്ടിട്ട് ഇങ്ങോട്ട് വന്നാണോ? അല്ലല്ല, കോട്ടയത്ത് കുടിയേറിയിട്ട് അവിടെ എല്ലാവരും കൂടെ പറഞ്ഞു വിട്ടു കുടിയേറി പാർത്താണ്. എന്റെ ചേച്ചി ഒറ്റയാളുകാരനല്ല, ഞാൻ ഇവിടെ പാട്ടുകാരിയാണ്. ഞാനും വലിയ പാട്ടുകാരനാ. നിങ്ങളുടെ പാട്ട് പാടുവോ? പിന്നെ അവള് നാടിനെ പറ്റി പാടുമെങ്കിൽ ഞാൻ കുടിയിനെ പറ്റി പാടും. ഒന്ന് പാടിക്കേ. പട്ടയുള്ള കാലം തൊട്ട് മുട്ട കൂട്ടി പട്ട കയറ്റും ഷാജി, ഈ ഷാജി ബ്രാൻഡി പോലെ റമ്മ് പോലെ വിസ്കി പോലെ കള്ളും കയറ്റും ഷാജി. നേരം പരുവരാവിളക്കില്ലേ വെളുക്കുന്നേരം മതിൽ ചാടി അടിക്കുമേ പിക്കിരി ഷാജി പൊക്കിരി ഷാജി പിമ്പിരി ഷാജി പിക്കിരി ഷാജി നിന്ന് പോക്കും. ഇയാൾ എന്തോ ഈ കടന്ന് കറങ്ങി നടക്കുന്നത്? ചേട്ടാ ഇവിടെ കണ്ണാടി പിരിക്കുവല്ലേ? എന്നാ ചേട്ടാ കണ്ണാടി ചേട്ടാ മറക്കാൻ പറ്റില്ല എനിക്ക്. ചേട്ടാ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളായിരുന്നു. അതായത് എന്റെ അച്ഛൻ മരിച്ചു കിടക്കുക. എന്റെ അച്ഛനെ കാണാൻ പറ്റൂല ദൈവമെന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ട് കഴിയുക. അപ്പൊ ചേട്ടായി വന്നിട്ട് എന്റെ തോളത്ത് ഇട്ടിട്ട് പറഞ്ഞു, മോനെ എന്നെ അങ്ങനെ സങ്കടപ്പെടണ്ട, മരിച്ചു ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും എന്ന് പറഞ്ഞ സംഭവം ഉള്ളതാണല്ലോ. അങ്ങനെ മരിച്ചുപോയ നിന്റെ അച്ഛനെ കാണുന്നുണ്ടെങ്കിൽ ആകാശത്തിലേക്ക് നോക്കിയാൽ മതി, ഒരു നക്ഷത്രമായിട്ട് കാണാന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ട്. അച്ഛനാണെങ്കിൽ രാത്രി ഒരു 10 മണിയായപ്പോഴത്തേക്ക് എന്റെ അപ്പനെ കാണാനുള്ള കൊതി കൊണ്ട് ഞാൻ ആകാശത്തിലേക്ക് നോക്കിയപ്പോ എന്നതാ നിറച്ച് നക്ഷത്രം. ഞാൻ ഒറ്റത്തന്തയ്ക്ക് ഉണ്ടാവാനല്ല എന്നില്ല ചേട്ടായി പറഞ്ഞു. സുഹൃത്തെ, ഇവിടെ അഗ്രികൾച്ചർ കല്യാണ ആഭിമുഖ്യത്തിൽ വലിയൊരു പരിപാടി നടക്കുകയാണ്. കൈമൾ മാഷിനെ ആദരിക്കുന്ന ചടങ്ങ് അവിടെ നടക്കുന്നത്. ഇതൊരു പരിപാടിയല്ല, ഒരു പരിപാടി ഇന്ന് ഞാൻ പൊക്കൂന്ന് പറഞ്ഞു. പൊക്കൂന്ന് പറയാ ചെരിപ്പോ. ഇന്നലെ ഞാൻ ഓട്ടം കഴിഞ്ഞ് വന്നപ്പോ എന്റെ വീടിന്റെ അടുക്കള ഭാഗത്ത് കിടന്ന് കിട്ടിയ ചെരുപ്പായത്. ഇന്ന് സുഹൃത്തെ, ഒടുക്കത്തെ സംശയമായിട്ട് ഇറങ്ങിയേക്കോ പൊളി. ഈ പുള്ളി അവർക്ക് പരിപാടി കൊടുത്ത ചെരുപ്പം കിട്ടെ ബന്ധിച്ച വേണ്ട നിർബന്ധം പിടിച്ച പുള്ളിയാ. ഒന്നിട്ട് ഒന്ന് നോക്കട്ടെ. മടിക്കുക പൊക്കം എല്ലാരും ആ ചെരുപ്പൊന്ന് ഇട്ടേല്. ആ ചെരുപ്പൊന്ന് ഇട്ട് നോക്കിയാ പാങ്ങാണോ? പാകല്ല, എന്നാലും സുന്ദരിയ എന്റെ പെണ്ണുമ്പളെ കണ്ട പാകാക്കാൻ നോക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ കൈമൾ മാഷിനെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ കൈമൾ മാഷ് മലയാള ഭാഷയ്ക്ക് 3 പ്രബന്ധങ്ങൾ ഏർപ്പെടുത്തിയ നമ്മുടെ കൈമൾ മാഷ് ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അറിയാം, ഈ ഭൂലോകത്ത് നിങ്ങൾക്ക് ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ കൈമളിന്റെ മാഷ അത് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളേവരെയും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന നമ്മുടെ കൈമൾ മാഷിനെ ആദരിക്കുന്ന ചടങ്ങ്. പ്രിയമുള്ളവരെ, കൈമൾ മാഷ് ആദരിക്കുന്ന ചടങ്ങ് വേണ്ടി ഇവിടെ ആരംഭിക്കുകയാണ്. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് നിറഞ്ഞ കയ്യടിയോടെ നമ്മുടെ കൈമൾ മാഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.